ചുറ്റാൾക്ക് ഹലോ എവ്രിവൺ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഷുട്ടു ആൻഡ് മമ്മ. അപ്പം ഇപ്പോൾ ഇവിടെ സമയം ഏകദേശം ഒരു 4 മണിയിലാകാനായിട്ടുണ്ട്. നമ്മൾ ചെറിയൊരു ചായയും പരിപാടിയിലൊക്കെ നോക്കുകയാണ്. അപ്പം ഇന്ന് നമ്മുടെ ഒരു കുട്ടി ഈവനിങ് വ്ലോഗാണ്. ഞാൻ ഷുട്ടുവിന് എണ്ണയെല്ലാം തേപ്പിച്ച് ഫുൾ നേക്കഡ് ബോഡിയിലുള്ളത് കുളിപ്പിക്കാനുള്ള പരിപാടിയിലാണ്. കുളിച്ചെല്ലാം കഴിഞ്ഞിട്ട് ഇനിയിപ്പം കുട്ടപ്പൻ ഡ്യൂട്ടിയെല്ലാം കഴിഞ്ഞ് വന്നിട്ട് നമുക്കൊന്ന് ചുമ്മാ ഒന്ന് വീട്ടിൽ പോയിട്ട് വരാമെന്ന് വിചാരിച്ചു. ഞാനിപ്പോൾ കുറച്ചായി പോയിട്ട്, ഇനിയിപ്പം കുറച്ച് തിരക്കും കാര്യമൊക്കെ ഉള്ളതുകൊണ്ട് ഇപ്പോൾ അടുത്തൊന്നും പോകാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ ഇന്ന് ഈവനിങ് ആകുമ്പം പോകാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞാൻ എന്തായാലും പോയിട്ട് ചുട്ടുബേബിനെ കുളിപ്പിക്കട്ടെ. ആളെ ഞാൻ ഇപ്പോൾ കാണിക്കുന്നില്ല, എന്തായാലും കുളിച്ച് ഡ്രസ്സപ്പൊക്കെ ചെയ്തതിന് ശേഷം കാണിക്കാം. അപ്പോൾ ഞാൻ എന്തായാലും കുളിപ്പിച്ചിട്ട് വരാം. ഓക്കെ, കടലിഷ്ടാ നമുക്ക് ഡ്രസ്സ് ഇടാം. എന്നാലേ നമുക്ക് ഡ്രസ്സ് ഇട്ടിട്ട് നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് മാറ്റാം. ഡിഷിടാം, നമുക്ക് പോകണം. നമുക്ക് മുപ്പാല പോണ്ടേ, നമുക്ക് ഡഷിടാം. വഴണിക്ക് വേഗം ചായ കുടിക്കാമല്ലോ, എന്നിട്ട് വേണം അമ്മയ്ക്ക് കുളിക്കായേ. അമ്മക്ക് കുച്ചണം, അച്ഛൻ വരുമ്പോഴേക്കും അമ്മയ്ക്ക് കുളിക്കണം വേഗം. അപ്പം നമ്മൾ ഡ്രസ്സ് ഇടട്ടെ ഗായ്സ്. ഇന്ന് ഞാൻ ഒരു സ്പെഷ്യൽ ഈവനിങ് സ്നാക്കിൻ്റെ പ്രിപ്പറേഷൻ നടത്തിയിട്ടുണ്ടായിരുന്നു. പേരൊന്നും എനിക്കറിയില്ല, അതൊന്നും ചോദിക്കരുത്. അപ്പോൾ അത് ഒന്ന് റെഡിയാക്കി എടുത്ത് ഫുള്ളായിട്ട് മറിച്ചിടേണ്ട ഒരു പരിപാടി ഉണ്ടായിരുന്നു. കാരണം കുറച്ച് വലിയ സാധനമായിരുന്നു. അപ്പോൾ അതൊക്കെ മറിച്ചിട്ട് സെറ്റാക്കി ഇനി ചായ എല്ലാം കുടിച്ചിട്ട് വേണം എനിക്കൊന്ന് കുളിച്ച് സെറ്റാവാൻ വേണ്ടിയിട്ട്. ഇതാ ഒരാൾ ഇപ്പം കൊമ്പത്ത് മാത്രമേ കയറുള്ളൂ, എവിടെയാണോ ആയിട്ടുള്ള അടുത്തേക്ക് കയറി പിടിക്കലാന്ന് ഓളെ പണി. അപ്പോൾ ഇതാ നമ്മൾ ഫുഡൊക്കെ അടിപൊളിയായിട്ട് റെഡിയായി നമ്മളിതാ കഴിക്കായിരുന്നു. ഷുട്ടൂന് ഇനി ഇങ്ങനത്തെ സാധനങ്ങളൊന്നും പറ്റൂല, അതുകൊണ്ട് ഞാൻ ആൾക്ക് ഓംലേറ്റ് ഉണ്ടാക്കി കൊടുത്തു. അപ്പോൾ അത് കഴിക്കുന്ന തിരക്കിലാണ്. അതാ 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 അങ്ങനെ നമ്മളെ ചായ കുടിയും പരിപാടിയെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പം അയ്യോ ലൈറ്റില്ല, ഞാനൊന്ന് പെട്ടെന്ന് പോയിട്ട് ഫ്രഷായിട്ട് റെഡിയായി നിൽക്കട്ടെ. എന്നാൽ പിന്നെ വേഗം പോവാലോ. എന്തായാലും കുളിക്കാനുള്ള പരിപാടി നോക്കട്ടെ. ഓക്കെ, അപ്പോൾ ഇത് നമ്മളൊന്ന് ഫ്രഷായി ഇത് പെട്ടെന്ന് ഞാനൊന്ന് റെഡിയായി. അപ്പോഴേക്ക് കുട്ടപ്പ വന്നു. ഇനിയിപ്പോൾ ഒന്ന് ജസ്റ്റ് ചായ കുടിച്ചിട്ട് അപ്പം തന്നെ ഇറങ്ങും. അപ്പം എന്നാൽ ഞാൻ പോയിട്ടൊന്ന് ചായ വെക്കട്ടെ, പോകുന്ന വഴി കാണാം. ഓക്കെ ചുട്ടാ വേണ്ട ചുട്ടു. അപ്പം നമ്മൾ ഇറങ്ങി ഗോയ്സ്. ചുട്ടു ഇവിടെ ഉണ്ട് ഗോയ്സ്, നോക്കട്ടെ പറ അമ്മേ. അപ്പം നമ്മൾ ഇറങ്ങി അയ്യ അത് തേച്ച് തെറിപ്പിച്ചിട്ട് പോന്ന. അപ്പം എന്തായാലും നമ്മൾ ഇറങ്ങി നമുക്ക് പോകുന്ന വഴി പതുക്കെ പതുക്കെ കാണാം. നമ്മളിപ്പം സമയത്ത് 5:47, എന്തായാലും ഒരു 6:30 ആകുമ്പോഴേക്കും എത്തുമെന്ന് വിചാരിക്കുന്നു. എന്തായാലും നമുക്ക് കാണാം. അല്ലേ മഴ പെയ്യോ ഷുട്ടു? മഴ പെയ്യുമോ? മഴ പെയ്യണേ മഴ പെയ്യണേ, മഴ തുന്നി തുന്നി മാറണേ. കണ്ടിട്ടില്ല മഴ പെയ്യോ? അയ്യോ ആയി പോട്ട്. മഴ പെയ്യണേ മഴ പെയ്യണേ, മഴ തുള്ളി തുള്ളി താടണം. നമ്മളെവിടെയാ പോന്നേ ഷുട്ടു? നമ്മളെങ്ങോട്ടാ പോന്നേ? നമ്മളെങ്ങോട്ട് പോന്നേ പറ. മപ്പാല ആരല്ലേ ഉള്ളേ? ചന്തിട്ട് നന്ദി. വേറെ ആരല്ലേ? ടിവിയോ? അതായത് ടിവിയോ? ടിവി മപ്പാല വീട്ടിൽ ടിവി. വരൂല, നമുക്ക് ഇന്നെ വരണോ? നമ്മള് ചുമ്മാ പോന്നല്ലേ. അവിടെ നിക്കാൻ പോന്നെയാ? നമ്മള് മുപ്പല്ലോ. എത്ര ഏട്ടന്മാരാ കളിക്കുന്ന നോക്കിയാ. ഓ ഇവിടെ ഗ്രൗണ്ട് ഉണ്ട് കേട്ടോ, നമുക്ക് ഇവിടെ കൊണ്ടുവന്നിട്ട് കുറച്ച് നല്ല വിലക്കാം. അല്ലേ? ഓ ദിസ് ഈസ് ഗുഡ്. ഇപ്രാവശ്യം നമ്മൾ തലശ്ശേരി വഴി തന്നെ വന്നിട്ടുണ്ടായിരുന്നേ, വേറെ ഒന്നും കൊണ്ടല്ല. എൻ്റെ സ്ക്രീൻ കവർ മാറ്റാനുണ്ടായിരുന്നു. അപ്പോൾ പോകുന്ന വഴി ഇതാ നമ്മുടെ പഴയ മാഹി പമ്പിൽ കയറി എണ്ണയൊക്കെ അടിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു. പിന്നെ നമ്മൾ നേരെ തലശ്ശേരി വിട്ടു. എന്താണെന്നറിയില്ല, ആ സമയത്ത് ഇച്ചിരി മഴ കുറവുണ്ടായിരുന്നു. ഈ വഴി ഇപ്പം ബൈപ്പാസ് ഓപ്പൺ ആയപ്പോൾ ഈ വഴി വന്നിട്ട് കുറേ നാളായി. ഇതാണ് നമ്മുടെ മാഹി പാലം. ഞാൻ കണ്ടപ്പോൾ ചുമ്മാ എടുത്തുന്നേ ഉള്ളൂ. നമ്മുടെ അധികം ഹാങ് ഔട്ട് ചെയ്യുന്ന ഒരു പ്ലേസ്, അവിടെ ഒരു പാർക്കെല്ലാം ഉണ്ട്. അങ്ങനെ ഇതാ ഇവിടെ വന്ന് നമ്മളിതാ എൻ്റെ ഫോണിൻ്റെ സ്ക്രീൻ ഗാർഡൊക്കെ മാറ്റി. അയ്യേ നമ്മൾ എത്താനായി എന്ന് പറ. എത്താനായി, നമ്മൾ എത്താനായി, എത്തിക്കൊണ്ടിരിക്കുന്നു.
ശരി നമ്മളെ നാട്ടിൽ മൊത്തം ഇപ്പം ബംഗാളികളെ മാത്രമേ കാണാൻ. ഇപ്പം നന്ദിനെ കാണും. നമ്മളെവിടെ എത്തിയ ഷുട്ട എന്ത് പൊന്നെ എന്തത് ഷുട്ടുവാന്ന് വിളിക്കുന്നുണ്ടാ? ആരാ വിളിക്കുന്നേ? ചന്ദ്രു നന്ദി വിളിക്കുന്നുണ്ട്. ആ എന്താ നമ്മൾ എത്തിയില്ലേ, നമ്മൾ വീട്ടിലെത്തിയില്ലേ. നമ്മളിതാ മൊപ്പാലെത്തി തക്കാളി ഇവിടെ വെക്ക. അതാ നന്ദി, അതാ നന്ദി, നന്ദി, അതാ നന്ദി. സോ ഇതാ നമ്മൾ വീട്ടിലെത്തി. അമ്മമ്മേനെ കണ്ടപ്പോൾ തന്നെ ഷുട്ടുപ്പി ചാടി കയറിയിട്ടുണ്ട്. അച്ഛൻ ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നില്ല, എന്തോ ആവശ്യത്തിന് വേണ്ടി പോയിരിക്കായിരുന്നു. അപ്പോൾ ഇതാ ഞാൻ പോയപ്പോൾ തന്നെ ഒന്ന് ടി വി ഒക്കെ വെച്ച് ചുമ്മാ ഒന്ന് സിനിമയൊക്കെ എന്നാടില്ലേന്ന് നോക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതാ ഷുട്ടു വന്ന പാടന്നെ അലമ്പ് തുടങ്ങിയിട്ടുണ്ട്. അമ്മ നമുക്ക് വേണ്ടിയിട്ട് നല്ല അടിപൊളി ഗീ റൈസും ചിക്കൻ കറിയും ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനടുക്ക് ആളിതാ അച്ചാച്ചൻ്റെ ഫോൺ അടിച്ച് മാറ്റിയിട്ട് എങ്ങനെ തുറക്കാം എന്നുള്ള ഗവേഷണത്തിലാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ഞാൻ നമ്മുടെ മേഘം സിനിമ ഉണ്ടായിരുന്നു, അത് ചുമ്മാ ഇങ്ങനെ അവിടെ വെച്ചു. അധിക സമയമൊന്നും ഇല്ല നമുക്ക് കാണാൻ വേണ്ടിയിട്ട്. ദെൻ അതിന് ശേഷം ഞാൻ ഷുട്ടൂന് ആളുടെ എപ്പോഴത്തെയും പോലെ ഫേവറേറ്റ് ലെഗ് പീസ് ആൻഡ് ഗീ റൈസ് ആൾക്ക് കൊടുത്തിട്ട് ഞാൻ കഴിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ആൾക്ക് കൊടുത്തു കഴിഞ്ഞ് പിന്നെ നമ്മൾ കഴിക്കാൻ തുടങ്ങി. നല്ല വിശപ്പുണ്ടായിരുന്നു, എന്താണെന്നറിയില്ല. വരുമ്പോൾ നമ്മുടെ സ്പെഷ്യൽ ഡിഷും ചായയൊക്കെ കുടിച്ചാണ്. പക്ഷേ ഇവിടെ എത്തിയപ്പം ഭയങ്കര വിശപ്പ്. ഈ ഫുഡിൻ്റെ സ്മെല്ലടിച്ചിട്ടാണോ എന്നാന്നറിയില്ല. അപ്പോൾ അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് പിന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ പോകണം. അധിക സമയം നിൽക്കാനുള്ള ടൈമില്ല, കാരണം കുട്ടപ്പന് പിറ്റേ ദിവസവും ഡ്യൂട്ടി ഉണ്ട്. അപ്പോൾ പോയിട്ട് പെട്ടെന്ന് ഉറങ്ങുകയൊക്കെ വേണം. സോ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് ഇങ്ങനെ ചില്ല് ചെയ്യായിരുന്നു. അല്ല ആ പിന്നെ ഇതിന് കയറിയിരുന്നിനി. അങ്ങനെ ഇത് എല്ലാവരുടെയും ഫുഡ് കഴിയൊക്കെ കഴിഞ്ഞപ്പോൾ പിന്നെ നമ്മൾ പതുക്കെ ഇറങ്ങാമെന്ന് വിചാരിച്ചു. ഷുട്ടൂന് വരാനുള്ളൊരു മൂഡേ ഉണ്ടായിരുന്നില്ല. ആൾ വരുന്നില്ല എന്ന് പറഞ്ഞാണ് ഓടിക്കളിക്കുന്നതായിരുന്നു നിങ്ങൾ കാണുന്നത്. അപ്പോൾ എങ്ങനെയൊക്കെയോ ഞാൻ വണ്ടി കയറ്റി. അങ്ങനെ ഇതാ നമ്മൾ ഫുഡെല്ലാം കഴിച്ച് ഇതാ ഷുട്ടുപ്പി ഡ്രസ്സെല്ലാം മാറി നമ്മളിപ്പോൾ ഇറങ്ങി. നമുക്ക് നാളെ തന്നെ ഇന്ന് തന്നെ പോകേണ്ട ആവശ്യമുണ്ട്, അതുകൊണ്ട് നമ്മൾ ഇറങ്ങി. സോ വി ആർ ബാക്ക് ഹോം. നമ്മൾ പോകുന്ന വഴി കാണാം. പറഞ്ഞിട്ടു ബൈ. വരുന്ന വഴി ബൈപ്പാസും ഹൈവേൻ്റെ അതിൽ കൂടെ തന്നെ വന്നുകൊണ്ട് ഇതാ നമ്മൾ പെട്ടെന്ന് തന്നെ വേഗം വീട്ടിലെത്താനായി. ഇതാ നമ്മൾ കുഞ്ഞിപ്പള്ളി എത്തിയിട്ടുണ്ട്. ആ വഴി വരുമ്പോൾ പെട്ടെന്ന് തന്നെ എത്തും. പക്ഷെ നമ്മൾ സർവീസ് റോഡ് വഴിയേ വരുത്തും, നമുക്ക് അപ്പുറത്ത് കൂടെ വരേണ്ട ആവശ്യമില്ല ശരിക്കും. ഞാനിതാ വീട്ടിലൊക്കെ എത്തി. ഇതാ ഷുട്ടു ആസ് യൂഷ്വൽ പരിപാടിയെല്ലാം തുടങ്ങിയിട്ടുണ്ട്. ഭയങ്കര അലമ്പായിരുന്നു. വരുന്ന സമയത്ത് കുറച്ച് ഇച്ചിരി ഒന്ന് ഉറങ്ങിപ്പോയി ആൾ. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് നല്ല പണിയായിരുന്നു. രാത്രി 1 മണിയൊക്കെ ആയപ്പോഴാണ് ഞാനും അവളും കൂടെ ഒന്ന് ഉറങ്ങിയിട്ടുണ്ടായിരുന്നേ. കാണുന്നില്ല, കാണുന്നില്ലല്ലോ, അമ്മേന്റെ മോളെ കാണുന്നില്ലല്ലോ. ആരുറങ്ങാ ഇവളാ ഇനി. അപ്പോൾ ഇത്രയൊക്കെയായിരുന്നു നമ്മൾ ഇന്നത്തെ ഒരു ഈവനിങ് വിശേഷങ്ങൾ എന്ന് പറയുന്നത്. നമ്മളിന്ന് ജസ്റ്റ് ഒന്ന് വീട്ടിൽ പോകുമ്പോൾ ഞാൻ ചെറിയ വ്ളോഗ് എടുത്തുന്നേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും എന്തായാലും പ്ലീസ് ടു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു അവർ ചാനൽ. അപ്പോൾ നമ്മുടെ അടുത്ത വീഡിയോയ്ക്ക് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ടാറ്റ ബൈ ബൈ, ഗുഡ് നൈറ്റ്.